പരമേശ വരമരുളീശ നീയാത്രേ എൻ രക്ഷാസ്ഥാനം. പരമേശ വരമരുളീശ നീയാത്രേ എൻ രക്ഷാസ്ഥാനം. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. പരമേശ വരമരുളീശ നീയാത്രേ എൻ രക്ഷാസ്ഥാനം. നിന്റെ എല്ലാ നടത്തിപ്പും എൻ്റെ ഭാഗ്യനിറവല്ലോ. നിന്റെ എല്ലാ നടത്തിപ്പും എൻ്റെ ഭാഗ്യനിറവല്ലോ. പരമേശ വരമരുളീശ നീയാത്രേ എൻ രക്ഷാസ്ഥാനം. ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. പരമേശ വരമരുളീശ നീയാത്രേ എൻ രക്ഷാസ്ഥാനം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടടിയനങ്ങിയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസം കൂടെ ഞങ്ങളെ വിട്ട് കടന്നുപോയി. ഒരു പുതിയ മാസത്തിൻ്റെ ആരംഭ ദിവസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചല്ല കർത്താവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അത്ഭുതവും അതിശയമായി ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചു. അനർത്ഥം വ്യസനകരമായി തീരാതോണം പൊന്നുകരമൊക്കെ ചാർത്ത് പിടിച്ച് നടത്തി. അതോർത്തടിയനങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഉള്ളം നിറഞ്ഞ് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ നല്ല പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിൽ ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും സന്തോഷവും സമാധാനവും സൗഖ്യവും ദൈവകൃപയും അവിടുത്തെ പകല ദാനമായി തന്ന് ഞങ്ങളെ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഇന്നുവരെയും വരാമായിരുന്ന ആപത്തിൽ നിന്ന് അപകടത്തിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിച്ച് സൂക്ഷിച്ച് പരിപാലിച്ചു. എൻ്റെ അപ്പനെ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല, സ്തുതിച്ചാലും മതി വരില്ല കർത്താവേ. അന്ത്യം വരെയും അങ്ങേ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്ദിയുള്ള ഹൃദയം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്നവരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളുമാറാകണം. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ സ്വർഗം മറുപടി അയക്കുമാറാകണം. അപ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും ഞങ്ങളുടെ പാദപീഠത്തിലൊട്ട് ഏൽപ്പിക്കട്ടെ. ഞങ്ങൾക്ക് ഓരോരോ പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, ദുഃഖങ്ങളുണ്ട് കർത്താവേ. എല്ലാം ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്ന എൻ്റെ അപ്പൻ അറിയുന്നതോർത്ത് സ്തോത്രം. അങ്ങറിയാതെ ഞങ്ങളുടെ തലയിൽ ഒരു മുടി പോലും കൊഴിയുകയില്ലല്ലോ കർത്താവേ. എന്നാൽ ചോദിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവീൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും, അന്വേഷിപ്പീൻ, കണ്ടെത്തും തിരുവചനമാ. അപ്പൻ്റെ പാദപീഠത്തിലിരുന്ന് അടിയങ്ങളൊന്ന് മുട്ടി വിളിക്കുക കർത്താവേ. ഞങ്ങളുടെ യാചനയുടെ സ്വരമൊന്ന് കേൾക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വലിയ വിടുതലുള്ളവരായി അനുഗ്രഹമുള്ളവരായി എഴുന്നേൽപ്പാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. സമാധാനത്തോടും സൗഖ്യത്തോടും ഒക്കെ സൂക്ഷിക്കണമേ. എല്ലാ ആവശ്യവും ആഗ്രഹം പറഞ്ഞ് കരുതിക്കൊള്ളണമേ. ഞങ്ങൾക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രത്തോടെ ഞങ്ങളുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളെ അനുഗ്രഹിച്ചിരുന്നവരെയും നടത്തിയ കൃപകൾക്കായി സ്തോത്രം. പിന്നെയും ഞങ്ങളെ പരിപാലിക്കണമേ അപ്പാ. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചല്ലോ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ അപ്പാ. അവരുടെ ഭാവിയെ ഏൽപ്പിക്കട്ടെ, അവരുടെ വിദ്യാഭ്യാസം ഏൽപ്പിക്കട്ടെ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കണം കർത്താവ്. പ്രത്യേകിച്ച് 10, 11, 12 പഠിക്കുന്ന മക്കൾ, മറ്റ് ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ കർത്താവേ, ഇത് പരീക്ഷാ കാലഘട്ടമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. അപ്പൻ്റെ ബുദ്ധി ഞാൻ അവർക്ക് കൊടുക്കണമേ. നന്നായി പഠിക്കുവാൻ ഇടയാക്കണമേ. പഠിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ പതിയണം കർത്താവേ. അവർ നന്നായി പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി അത് ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ്, പ്രത്യേകിച്ച് BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിന് പഠിക്കുന്ന മക്കൾ, OIT, IELTS, ജർമ്മൻ പഠിക്കുന്ന മക്കൾ,
കർത്താവെ, നീറ്റ് പരീക്ഷയും തയ്യാറെടുക്കുന്നവർ, കോമറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും കഴിവുമൊക്കെ അപ്പച്ചൻ നൽകണമേ. അവർക്ക് ആരോഗ്യവും ബലവും കൊടുക്കണമേ കർത്താവെ. അവർ സന്തോഷത്തോടെ പഠിച്ച് സമാധാനത്തിൽ പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകണം. അവരുടെ ഭാവി സ്വർഗം അനുഗ്രഹിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിദേശ രാജ്യത്തൊക്കെ കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. പരിശ്രമിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. പല തടസ്സങ്ങളും മുടക്കങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടപ്പാ. എന്നാൽ അവയൊക്കെ ഇവൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങളെ നിവർത്തിക്കണേ, വഴിവാതിൽ തുറന്നു കൊടുക്കണമേ, അത്ഭുതങ്ങളെ ചെയ്യണമേ കർത്താവെ പ്രാർത്ഥിച്ചേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെയും സമർപ്പിക്കുന്ന. വിദേശ രാജ്യങ്ങളിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്നല്ലോ. സ്വർഗത്തിലെ അപ്പച്ചനെല്ലാം ഉള്ളതുപോലെ കാണുന്ന ദൈവമാകിയാൽ സ്തോത്രം. അപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ കർത്താവ് കൊടുക്കുന്ന ജോലിക്കായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. അവർ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ജോലി കാര്യങ്ങളെ ചെയ്ത് നന്മകളെ പ്രാപിപ്പാൻ, അനേകർക്ക് പ്രയോജനമായി തീരുവാൻ സ്വർഗം ഇടയാക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാകട്ടെ. പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട് നിശ്ചയമാ. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുക. സ്വർഗം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കും. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി നന്ദി അപ്പാ, നന്ദി. ദൈവമായ കർത്താവ്, ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ശക്തീകരിച്ച് ബലപ്പെടുത്തിക്കൊള്ളണമേ. സമാധാനത്തിലും കൃപയിലും ജോലി ചെയ്യാൻ ഇടയാക്കണേ. യാതൊരു പ്രയാസ പ്രതികൂലം അവരെ അലട്ടുവാൻ അനുവദിക്കലെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ്, നല്ല പ്രതിഫലമൊക്കെ കൊടുത്ത് കുഞ്ഞുങ്ങളെയൊക്കെ മാനിച്ചു കൊള്ളുമാറാകണമേ. ദൈവമായ കർത്താവ്, പ്രത്യേകിച്ച് ഹല്ലേലൂയ കർത്താവ്, ആ ഹോസ്പിറ്റലുകളൊക്കെ ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. നീ അവരെ ബലപ്പെടുത്തിക്കൊള്ളണമേ, ശക്തീകരിച്ചു കൊള്ളണമേ കർത്താവ്. പ്രയാസ പ്രതികൂലത്തിന് നടുവിലൊക്കെ ജോലി ചെയ്യുന്ന മക്കളുണ്ട്, അവരെ ശക്തീകരിക്കണമേ. ഒരു ശത്രുവും അവരെ കാണാതെ സ്വർഗം മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിക്കണം. സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതങ്ങളുമുണ്ടപ്പോൾ അവർക്ക് സമാധാനങ്ങളെ നൽകി സന്തോഷത്തോടെ ജീവിപ്പാൻ സ്വർഗം ഭാഗ്യമൊരുക്കണമേ. ദൈവമായ കർത്താവെ, വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുക അപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണി ഒരുക്കണം. അവരുടെ വിവാഹം നടക്കണം അപ്പാ. അവർക്കൊരു നല്ല ഭാവി ജീവിതം കണ്ട് സന്തോഷിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ അവരുടെ മാതാപിതാക്കളെയൊക്കെ സഹായിക്കണമേ കർത്താവെ. അത്ഭുതങ്ങളെ ചെയ്യണേപ്പാ, മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സമുടക്കം മാറ്റണമേ കർത്താവെ. പ്രാർത്ഥനയുടെ മറുപടിയുമായി സ്വർഗം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നപ്പോൾ അവർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിച്ചാട്ടപ്പ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ, മാസം തീകോളം കൂടെ ഇരുന്ന് സുഖപ്രസവം നൽകണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി നന്ദി കർത്താവെ, നന്ദി. സ്തോത്രം സ്തോത്രം കർത്താവെ. ഈ സമയം ഹല്ലേലൂയ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച് ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പുതുവർഷകാലം അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടേതുമായി തീരട്ടെ. അപ്പം എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ട് അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം നീറുന്ന ചില വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ടപ്പാ. ആരോടും പറയാൻ മേലാത്ത സങ്കടങ്ങൾ കർത്താവെ, ആരാലും പരിഹരിക്കപ്പെടാൻ മേലാത്ത വിഷയങ്ങൾ എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനിറങ്ങി പ്രവർത്തിക്കും. കഴിഞ്ഞ നാളുകളിൽ നീ അനേകർക്ക് അത്ഭുതം ചെയ്ത ദൈവമാ. ഈ വിഷയത്തിന് നടുവിലും സ്വർഗം ഇറങ്ങി മാനിക്കും. അതോർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ കർത്താവ്. ഹല്ലേലൂയ. നന്ദി അപ്പാ. ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം തൃക്കരങ്ങളിൽ നിന്ന് ഏൽപ്പിക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗ്ഗത്തിന് മേലും കർത്താപ്പച്ചൻ്റെ കരം വയ്ക്കുമാറാകണം. ആരുടെയും മുമ്പിൽ തലകുനിക്കുവാൻ ഇടയാകാതെ ഓരോ മക്കൾക്കും വേണ്ടുന്നത് കൊടുത്ത് പോഷിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കട്ടെ. കഷ്ടനഷ്ടം കൂടാതെ തൻ്റെ മക്കളെയും കർത്താവ് സൂക്ഷിക്കണമേ. ഓരോ നിമിഷവും വേണ്ടുന്നത് കൊടുത്ത് പോഷിപ്പിക്കണേ, തൃപ്തരാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ദൈവം ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്നതിൻ്റെ സ്വർഗം സംരക്ഷിക്കുന്ന ദൈവമാ. പ്രത്യേകിച്ച് കർത്താവെ, ഹല്ലേലൂയ മദ്യപാനികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ. മദ്യപാനത്തിൽ നിന്നൊരു വിടുതൽ അവർക്ക് നൽകണമേ കർത്താവെ. മയക്കുമരുന്നിന് അടിമപ്പെട്ട ജീവിതങ്ങൾ, ഫോണിനടിമപ്പെട്ട കുഞ്ഞുങ്ങൾ, കൂട്ടുകാർക്ക് അടിമപ്പെട്ട കുഞ്ഞുങ്ങൾ, മ്ലേച്ഛകരമായ ജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ തക്കണം ഓരോ മക്കളെയും സഹായിക്കുമാറാകണമേ. മാനസാന്തരം നൽകി മാനിച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ രോഗികളുമായ തിരുമുൻപാകെ കടന്നു വരിക കർത്താവെ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലപ്പാ. സൗഖ്യം കാത്തു കിടക്കുന്ന തൻ്റെ മക്കളുടെ നടുവിൽ കടന്നു വരുന്നൊരു നല്ല പിതാവ് ഞങ്ങൾക്കുള്ളതോർത്ത് നന്ദി പറയുക. ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ കിഡ്നി രോഗികളെ ഏൽപ്പിച്ച്, ഹാർട്ടിനും ലിവറിനുമുള്ളവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, സ്തോത്രം സ്തോത്രം കർത്താവെ, സ്തോത്രം. ഉദരസംബന്ധമായ പല രോഗമുള്ളവരുണ്ട് കർത്താവെ. തലയ്ക്കകത്ത് മുഴയാൽ, വയറ്റിനകത്ത് മുഴയാൽ, തലവേദനയാൽ ഒക്കെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട് കർത്താവെ. അവിടുത്തെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ,
എൻ്റെ ദൈവമായ കർത്താവെ, കാഴ്ചയും കേൾവിയും ഇല്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, തൈറോയ്ഡ് ഉള്ളവർ, ആസ്മ രോഗികൾ, അലർജി ഉള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, കർത്താവെ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, തലമുടി മുഴുവൻ കൊഴിയുന്ന ജീവിതങ്ങൾ, ഹല്ലേലൂയ കർത്താവെ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമുള്ള ജീവിതങ്ങൾ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ള ജീവിതങ്ങൾ, ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവമേ, കൈകാലുകൾക്ക് ചലനമില്ലാതെ കിടക്കയിലും വീൽചെയറിലുമായിരിക്കുന്ന ജീവിതങ്ങളെ ഒക്കെയും തമ്പുരാൻ്റെ കരങ്ങളിലോട്ടൊന്ന് ഏൽപ്പിച്ചു തരികയാ. അങ്ങൊന്ന് തൊട്ടാൽ മതി, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം ലഭിക്കും. കഴിഞ്ഞ നാളുകളിൽ നീ വിടുതൽ തന്ന ദൈവമാ, മാനിച്ചിന്ന് വരെ നിർത്തിയ ദൈവമാ, സ്തോത്രം. എൻ്റെ കർത്താവ് പിന്നെയും വിശ്വസ്തനാ, മാറാത്ത ദൈവമാ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേൽപ്പിക്കുകയാ. അവങ്കിലേക്ക് നോക്കിയരാ പ്രകാശിതരായത്, അവരുടെ മുഖം ഒരു നാൾ ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചെന്ന് പറയുവാൻ തക്കവണ്ണം കൃപയാൽ സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ അപ്പൻ്റെ ഒരു വാക്ക് മതിയപ്പാ, ഞങ്ങളുടെ രോഗികൾ സുഖപ്പെടുമപ്പാ. മനസ്സലിവ് കാണിക്കണമേ. അതിവേദനയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ കർത്താവ്. വൈദ്യശാസ്ത്രത്തിനൊക്കെ അടിമപ്പെട്ട് ഞങ്ങളായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഡോക്ടർക്കും മരുന്നിനും കഴിയാത്തത് എൻ്റെ അപ്പന് കഴിയും. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. എല്ലാ പ്രാർത്ഥനാ വിഷയവും തമ്പുരാൻ്റെ കരങ്ങളിലോട്ട് സമർപ്പിക്കുന്നു കർത്താവേ. സമ്പൂർണ്ണമായും ഏൽപ്പിച്ചു തരിക. ഹല്ലേലൂയ. അനർത്ഥം വസനകരമായി തീരാതെണ്ണം ഉള്ളംകരത്തിൽ വഹിച്ചേ മതിയാകൂ. പൊന്നുകരം തൊട്ടേ മതിയാകൂ കർത്താവേ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. ഞങ്ങളുടെ രോഗികളുടെ മേൽ കരം വയ്ക്കുമാറാകണം. എൻ്റെ കർത്താവിൻ്റെ മഹത്വമേറിയ സാക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കുമാറാകണം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവേ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. എൻ്റെ സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവമേ, ആ കരം നീട്ടും. ഞങ്ങളത് ഓർത്ത് നന്ദി പറയും. പിതാവേ, വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ആശ്വസിപ്പിക്കണമേ, ആ സമാധാനത്താൽ നിറയ്ക്കണമേ കർത്താവ്. സകലതും നഷ്ടപ്പെട്ട് വഴുത്തലയ്ക്കൽ അയ്യം വിളിക്കുന്നവരുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിച്ച് കലങ്ങിയിരിക്കുന്നവരുണ്ട്. ആരാലും ആശ്വാസം കൊടുക്കാൻ കഴിയാത്ത വേദനയിൽ കൂടി കഴിയുന്ന ജീവിതങ്ങളുടെ മേൽ തമ്പുരാൻ്റെ കരം വയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നവരെ ആശ്വസിപ്പിക്കുമാറാകണം. പ്രത്യാശയോടെ മുൻപോട്ട് ജീവിപ്പാൻ കൃപ നൽകുമാറാകണം. നഷ്ടപ്പെട്ടതിൽ ഇരട്ടിയായി നീ മടക്കി കൊടുക്കാൻ സമ്പന്നനാകിയാൽ അപ്പച്ചൻ്റെ ബലമുള്ള കരങ്ങളിലോട്ട് ഓരോ മക്കളെയും ഏൽപ്പിക്കുക. സമാധാനത്തോടും സൗഖ്യത്തോടും പ്രിയപ്പെട്ടവരെ കാത്തുകൊള്ളണമേ കർത്താവേ. ഹല്ലേലൂയ. സഹായിക്കുന്ന ഓരോ കാര്യങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകണം. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ കർത്താവ് സഹായിക്കണം. അവർക്കും വേണ്ടുന്ന ആരോഗ്യവും ബലവും സൗഖ്യവും കൊടുത്തു വേണ്ടുന്ന എല്ലാ കൃപകളാലും നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. സുവിശേഷ വേല നിമിത്തം കഷ്ടം അനുഭവിക്കുന്നവരെ ഓർക്കുന്നു. ജയിൽവാസം അനുഭവിക്കുന്നവരെ ഓർക്കുന്നു. നാഥാ, വിടുവിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ലപ്പാ, വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം കടഭാരമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ബുദ്ധിമുട്ട് പൂർണ്ണമായും ക്രിസ്തുയേശുവിൽ തീർത്തു തരാമെന്ന് വാക്ക് പറഞ്ഞ് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കടഭാരത്താൽ ഭാരപ്പെടുന്ന തൻ്റെ മക്കളുടെ ബുദ്ധിമുട്ട് കർത്താവ് തീർത്തു കൊടുത്തേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭവനമില്ലാത്ത മക്കളുണ്ട്, വാടക ഭവനങ്ങളിൽ കഴിയുന്നവരുണ്ടപ്പാ. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി ഭവനം ഒരുക്കണമേ. ഭവനം പണിയുന്ന മക്കളെ അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യം ഒരുക്കണമേ. അപ്പൻ്റെ ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കും. പ്രത്യേകിച്ച് യാത്രയിലൊക്കെ ആയിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. കരയിൽ കൂടി യാത്ര ചെയ്യുന്നവർ, ആകാശം കയറി യാത്ര ചെയ്യുന്നവർ, വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്നവർ എല്ലാം കർത്താവ് ഉള്ള കരത്തിൽ വഹിക്കുമാറാകണം. സുരക്ഷിതമായ ഒരു ആഗ്രഹിച്ച സ്ഥാനത്തെത്തുവോളം കൃപയിൽ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി കർത്താവേ, നന്ദി. അപ്പോൾ അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവം. ഓരോ പ്രാർത്ഥനാ വിഷയവും അടിയനോട് ചോദിച്ച ഓരോ പ്രാർത്ഥനാ വിഷയവും അപ്പൻ്റെ ബലമുള്ള കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ, മാതാപിതാക്കൾ തമ്മിൽ സന്തോഷമില്ലാതെ, കുഞ്ഞുങ്ങൾ സ്നേഹമില്ലാതൊക്കെ വളരുന്നവരുണ്ടപ്പാ. അവരുടെ നടുവിൽ സ്വർഗം ഇറങ്ങണമേ. ഹല്ലേലൂയ. ആവശ്യഭാരങ്ങളുടെ നടുവിൽ സ്വർഗം ഇറങ്ങണമേ. അവസ്ഥകളറിഞ്ഞ് മാനിക്കണമേ കർത്താവേ. അപ്പോൾ പ്രത്യേകിച്ച് ഗവൺമെൻറ് ജോലി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. സ്വർഗം അവർക്ക് നൽകുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. പകൽക്കാലം ജീവിപ്പാൻ ദൈവകൃപ തരണം. പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണം. അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളാക്കി ഞങ്ങളെ തീർക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.